വെച്ചിട്ട് ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ഇത്. പക്ഷേ പിന്നീടുള്ള കാലത്ത് ഇങ്ങനെ ഈ ദേവതകൾ മാത്രം ഇങ്ങനെ വസിക്കുന്നൊരു സ്ഥലമായിട്ട് ഇവിടുന്ന് ആൾക്കാരെല്ലാം സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത് വനഭാഗത്ത് കഴിയുന്ന വനദുർഗകൾ മാത്രമായി കഴിയുന്നതാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് ആരും വസിക്കുന്നില്ല. വീട് എല്ലാം ഇവിടെ എല്ലാം വിട്ട് ദൂരെ പോയിരിക്കുന്നതാണ് ഇപ്പം. അപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കാര്യം കൊണ്ടാണ് വനദുർഗകളാണ് പാണ്ഡ്യമൂർത്തികൾ അങ്ങനെ അവിടെ നിന്ന് വന്നിട്ടുള്ള അവരായതുകൊണ്ട് മനുഷ്യരുടെ വാസം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലാത്തത് കൊണ്ട് ഇവിടെ നിന്നുള്ള എല്ലാവരും സൗകര്യമുള്ളിടത്തേക്ക് മാറിയാണ്. ഇപ്പം ഈ വന്ന് ദുർഘടം പിടിച്ച സ്ഥലം തന്നെ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സങ്കേതമായി തീർന്നിരിക്കുന്നതാണത്. ഇവിടെ പരമ്പരാഗതമായിട്ട് വന്നിരിക്കുന്നത് ഈ സിദ്ധിവിശേഷം കൊണ്ടുണ്ടായിരിക്കുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു കാര്യം ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ മറ്റ് ദേവതകളുടെ അറിയിപ്പോടു കൂടി തത്സമയത്ത് ആ സമയത്ത് തോന്നിക്കുന്ന രീതിയിലുള്ള പൂജാ വഴിപാടുകളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അപ്പം മറ്റു ക്ഷേത്രങ്ങളുടെ വ്യത്യാസം അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഉണ്ടായിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥാനത്തുണ്ടായിരുന്നൊരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ സിദ്ധി പലർക്കും കിട്ടാതെ വന്നു പോയതുകൊണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സിദ്ധി ഇല്ലാതെയാണ് ഇപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള പൂജാ വഴിപാടുകൾ മാത്രമാണ് ചെയ്യുന്നത്, പാരമ്പര്യമായിട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ പുറമേ നിന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടുള്ള രീതിയിലുള്ള പൂജാ വഴിപാടുകളല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് ക്ഷേത്രങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അപ്പം ശബരിമലയിൽ പോകാനുള്ള സൗകര്യമുള്ള പോലെ ഇപ്പോൾ നിങ്ങൾ വന്നത് തന്നെ അറിയാൻ പറ്റും. ഏറ്റവും വളരെ ദുർഘടമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്കിലും ഇവിടുത്തെ ആ സിദ്ധിവിശേഷം കൊണ്ട് പലർക്കും ആ വിശ്വാസമുള്ളത് കൊണ്ട് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം ദേവതകളുടെ എല്ലാ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. ഒരു